സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, ആദ്യത്തെ ശബ്ദ സംഭാഷണം നമ്മൾ നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എന്ത് വിശദീകരണമാണ് സിജോ പിന്നീട് അദ്ദേഹം നൽകുന്നത്? അദ്ദേഹം പറയുന്നത് ഇതൊരു പുല്ലമ്പാറ പഞ്ചായത്ത് അവിടെയുള്ള ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ജലീലുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇത്. ആ പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട്. അവിടെ പ്രവർത്തകർക്കിടയിൽ നേതാക്കൾക്കിടയിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നതിനിടെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിന്നോട്ട് പോകും, LDF വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നൊക്കെയാണ് വിശദീകരിച്ചതെന്നാണ് പാലോട് രവി പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ആ സംഭാഷണം കേട്ടാൽ വളരെ കൃത്യമായി മനസ്സിലാവും. ആ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് മാത്രമല്ല പറയുന്നത്, കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് നേരിടാൻ പോകുന്ന തിരിച്ചടികളെ കുറിച്ചും നിലവിൽ കോൺഗ്രസില് സംഘടനാ ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും സംഭാഷണം നമുക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാവും. എന്തായാലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം ജില്ലയുടെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അത്തരത്തിലുള്ള ഒരു പരാമർശവും സംഭാഷണം നടത്തിയിരിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും, LDF തുടർ ഭരണം ഉണ്ടാവും. അതൊക്കെ അത്തരം പരാമർശങ്ങൾ നടത്തുന്ന, അത്തരം സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു മുതിർന്ന നേതാവാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഷ്ട്രീയ എതിരാളികൾ CPM-ഉം ഇടത് പാർട്ടികളൊക്കെ ഇത് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത് യാതൊരു സംശയമില്ല. കാരണം തുടർഭരണം ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുമ്പോഴാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായി.